വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സക്സസ് സ്റ്റോറിയാണ് കേട്ടോ. ആക്ച്വലി ഈ ഒരു സക്സസ് സ്റ്റോറി കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നി. കാരണം അവരുടെ ഒരു പെയിനിൽ കൂടി നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സക്സസ് സ്റ്റോറി എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷെയർ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ചാനലിലെ ടിപ്സൊക്കെ ഫോളോ ചെയ്തിട്ട് 2 മാസം കൊണ്ട് പ്രഗ്നന്റ് ആയി എന്നാണ് കേട്ടോ പറഞ്ഞത്. ആ ഒരു പ്രഗ്നൻസിയുടെ റിസൾട്ട് കണ്ടപ്പോൾ ഹസ്ബൻഡ് വരെയും കരഞ്ഞു എന്നുള്ളൊരു വേർഡും കൂടി കുട്ടി അതിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കേട്ടപ്പോഴായിരുന്നു എനിക്ക് ഒരുപാട് സങ്കടം വന്നത്. കാരണം ആണുങ്ങൾ അങ്ങനെ കരയുക എന്ന് പറയുന്നത് നമ്മളങ്ങനെ കേട്ടിട്ടില്ലല്ലോ. ഇതിൽ ആ കുട്ടി 3 ടിപ്സാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. അതിൽ ഏറ്റവും ആദ്യത്തെ 2 എന്ന് പറയുന്നത് ഗ്രാമ്പു വെള്ളം കുടിക്കുന്നതും ഫെർട്ടിലിറ്റി എക്സസൈസുമാണ്. ഒരുപാട് വീഡിയോസിൽ ഇത് തന്നെ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കേട്ട് നിങ്ങൾക്കും ബോറടിക്കുന്നുണ്ടാവും. ഗ്രാമ്പു വെള്ളം നമ്മുടെ ചാനലിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. അത് ഉപയോഗിച്ചിട്ട് ഒരുപാട് പേര് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. ഗ്രാമ്പു വെള്ളത്തിനെ പറ്റി അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദിജോസ് വേൾഡ് ക്ലോസ് വാട്ടർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ CLOVES ക്ലോസ് വാട്ടർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. അത് കണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് എപ്പോൾ മുതൽ ഉപയോഗിക്കണം, എത്ര നാൾ വരെ ഉപയോഗിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. രണ്ടാമത് ആ കുട്ടി ഫോളോ ചെയ്ത ടിപ്പ് എന്ന് പറയുന്നത് ഫെർട്ടിലിറ്റി എക്സസൈസുകളാണ്. ഇതിനെ പറ്റിയിട്ട് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ്, ബട്ടർഫ്ലൈ എക്സസൈസ്, മാലാസന എക്സസൈസ്, 8 വാക്കിംഗ്, മാലാസന വാക്കിംഗ്, ലെഗ് അപ്പ് ദ വോൾ പ്ലസ് ബട്ടർഫ്ലൈ എക്സസൈസ്, അതുപോലെ നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന വാക്കിങ്സ്, ബ്രീത്തിങ് എക്സസൈസുകൾ, ഇതെല്ലാം തന്നെ നമ്മൾ പ്രഗ്നന്റ് ആകാനായിട്ടുള്ള ചാൻസസ് വർദ്ധിപ്പിക്കുന്നവയാണ്. അതെല്ലാം നിങ്ങൾ ഡെയിലി എന്നോണം ചെയ്യാനായിട്ട് നോക്കുക. അത് പ്രഗ്നന്റ് ആകാനായിട്ടുള്ള ചാൻസസ് ഒക്കെ നന്നായിട്ട് വർദ്ധിപ്പിക്കും. ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ ഒരു എക്സസൈസ് എങ്കിലും ഒരു ദിവസം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം കേട്ടോ. അപ്പോൾ മൂന്നാമതായിട്ട് ആ കുട്ടി പറഞ്ഞ ടിപ്പ് നമ്മൾ അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ ചെയ്ത് കേട്ടിട്ടില്ലാത്തതാണ്. അതെന്താണെന്ന് അപ്പം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മാക്കാറൂട്ട് പൗഡറിനെ പറ്റിയിട്ട് എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാകും. ഒരുമാതിരി എല്ലാവർക്കും തന്നെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവരൊക്കെ ഈ മാക്കാറൂട്ടിന്റെ പൗഡർ യൂസ് ചെയ്യാറുണ്ടാവും. ശതാവേരി പോലെ, അശ്വഗന്ധ പോലെ നമുക്ക് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് മാക്കാറൂട്ടും. ഈ മാക്കാറൂട്ടിൽ ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. അതായത് വിറ്റമിൻ C, വിറ്റമിൻ B6, പൊട്ടാഷ്യം, അയൺ, പ്രോട്ടീൻ, കോപ്പർ, ഇങ്ങനെയുള്ള ഒരുപാട് ന്യൂട്രിയൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ പ്രഗ്നന്റ് ആകാനായിട്ട് മറ്റുള്ള ഏത് ചാനൽസ് ഒക്കെ ഫോളോ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകും വിറ്റമിൻ എത്രത്തോളം നമ്മൾ പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയെ വർദ്ധിപ്പിക്കുന്നുണ്ടെന്നുള്ളത്. നമ്മൾ നോർമൽ ഒരു വിറ്റമിൻ എന്ന് പറയുന്നതിനേക്കാൾ അപേക്ഷിച്ച് നമ്മുടെ അണ്ടത്തിന്റെ ക്വാളിറ്റി ഉണ്ടാകാനും പുരുഷന്റെ സ്പേമിന്റെ ക്വാളിറ്റി ഉണ്ടാവാനും എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് വളരാൻ വേണ്ടിയിട്ടും സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കാനൊക്കെ വേണ്ടിയിട്ട് വിറ്റമിൻസ് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു പാർട്ടാണ് വഹിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് വിറ്റമിൻസ് ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഇനി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മാക്കാറൂട്ട് എങ്ങനെയാണ് ഫലപ്രദമാവുന്നതെന്ന് നമുക്ക് നോക്കാം. പുരുഷന്മാരിൽ എന്ന് പറയുന്നത് അവരുടെ കൗണ്ട് കൂട്ടുന്നതിനും മോട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും വോളിയം വർദ്ധിപ്പിക്കുന്നതിനും ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകുന്നത്, അതായത് ഐജാക്കുലേഷൻ സംഭവിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. അതുമാത്രമല്ല അവരുടെ ഹോർമോൺ ബാലൻസ് കൃത്യമാക്കി കൊണ്ടുവരുന്നതിനും ഇത് സഹായിക്കുന്നു. ഹോർമോൺ ബാലൻസ് കൃത്യമായി കൊണ്ടുവരുമ്പോഴേക്കും അവരുടെ ടെസ്റ്റോസ്റ്റിറോണിന്റെ ഹോർമോൺസും അതുപോലെ മറ്റുള്ള സ്പേം പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന മറ്റുള്ള ഹോർമോൺസിന്റെ ഒക്കെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. പിന്നെ 2 പേർക്കും ഒരുപോലെ ഉണ്ടാകുന്ന ബെനിഫിറ്റ് ആണ് സെക്സ് ഡ്രൈവ് വർദ്ധിപ്പിക്കുന്നത് സഹായിക്കുന്നത്. സെക്സ് ഡ്രൈവ് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുമ്പോൾ നമ്മൾ നോർമലി ഓവുലേഷന് വേണ്ടിയിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുകയാണ് എന്നുള്ളൊരു തോന്നലില്ലാതെ ആ ഒരു പ്രോസസ്സിനെ 100% എൻജോയ് ചെയ്ത് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു. 2 പേർക്കും സെക്സ് ഡ്രൈവ് വർദ്ധിപ്പിക്കുമ്പോഴേക്കും ആ ഒരു പ്രോസസ്സ് ഒരുപാട് എൻജോയബിൾ ആയിരിക്കും. ഒരിക്കലും ഒരു പ്രഷറിന് വേണ്ടിയിട്ട് ഇത് ഓവുലേഷൻ സമയമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം ആർക്കും തന്നെ ഉണ്ടാവില്ല. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ഒരു സമയത്ത് ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് അവർ പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയെ വർദ്ധിപ്പിക്കുന്നു. സെക്സ് ഡ്രൈവ് സ്ത്രീകൾക്ക് കൂട്ടുമ്പോഴേക്കും ആ സമയത്ത് സ്ത്രീകൾക്ക് ഓർഗാസം ഡെവലപ്പ് ആകുന്നതിനും അതുപോലെ തന്നെ സെമന്റെ അകത്തേക്കുള്ള ഒരു വേ, അവരുടെ ഒരു പാത്ത് കൃത്യമാക്കി കൊടുക്കുന്നതിനും ഈ സെക്സ് ഡ്രൈവ് സഹായിക്കുന്നു. അതുപോലെ തന്നെയുള്ള മറ്റൊരു ബെനിഫിറ്റ്, കോമൺ ആയിട്ട് പറയുന്ന ഒരു ബെനിഫിറ്റ് ആണ് അവരുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു.
ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുമ്പോഴേക്കും ശരീരത്തിൽ മറ്റുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള വൈറസ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നതിനെ കടന്നു കയറുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നതിനും അലർജീസ് മറ്റുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നതിനും അത് സഹായിക്കുന്നു. മൂന്നാമതുണ്ടാവുന്ന കോമൺ ആയിട്ടുള്ള ഒരു യൂസ് എന്ന് പറയുന്നത് ബ്രെയിൻ ഫംഗ്ഷൻ കൃത്യമായിട്ട് നടക്കുന്നതിന് സഹായിക്കുന്നു. ബ്രെയിൻ ഫംഗ്ഷൻ കൃത്യമായിട്ട് നടക്കുന്ന നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനവും നമ്മുടെ ഫെർട്ടിലിറ്റിയും തമ്മിൽ ഡയറക്റ്റ് ഒരു ലിങ്ക് ഉണ്ട്. കാരണം നമ്മുടെ തലച്ചോറിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമാണ് നമ്മുടെ ഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഹോർമോൺസിന്റെ എല്ലാം പ്രവർത്തനം നടക്കുന്നത്. ഈ ഫെർട്ടിലിറ്റി ഹോർമോൺസ് ഒക്കെ കൃത്യമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ തലച്ചോറിന്റെ പ്രവർത്തനവും അതിനനുസരിച്ച് തന്നെ നല്ല രീതിയിൽ നടക്കണം. അതിനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്കാ റൂട്ട് സഹായിക്കുന്നുണ്ട്. ഇത്രയും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടാവുന്ന കോമൺ ആയിട്ടുള്ള കാര്യങ്ങളും ആദ്യം പറഞ്ഞത് പുരുഷന്മാർക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റുമാണ്. ഇനി അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഇത് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഗുണങ്ങളാണ്. സ്ത്രീകൾക്ക് അവരുടെ സ്ട്രെസ് ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സ് കൊണ്ടും മറ്റുള്ള മെഡിസിൻസ് എടുക്കുന്നതിന്റെ സൈഡ് എഫക്ട്സ് ഒക്കെ കൊണ്ടും സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് സ്ട്രെസ്. ഈ സ്ട്രെസ് കൂടി വരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഫെർട്ടിലിറ്റിയും കുറച്ചധികം ഒന്ന് റിഡ്യൂസ് ആകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇത് സ്ട്രെസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇത് ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്നിവയുടെ പ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്യുകയും ഇതിലൂടെ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം പ്രവർത്തനം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ഹോർമോൺസിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മളുടെ ശരീരത്തിലെ ഹോർമോൺ ബാലൻസ് കൃത്യമായിട്ട് കൊണ്ടുപോകുന്നതിനും സഹായിക്കുന്നു. ഈസ്ട്രജൻ ഹോർമോണിന്റെയും പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെയും പ്രവർത്തനം ശരീരത്തിൽ നോർമലായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളൊന്നും അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഇല്ല എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈസ്ട്രജൻ ഹോർമോണിന്റെ ഇൻക്രീസ് വരുമ്പോൾ നമുക്ക് എഗ് ഗ്രോത്തിന് പ്രശ്നമുണ്ടാകും. പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ അളവിന് വ്യത്യാസം വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് പീരിയഡ്സ് ആകും. കാരണം ഒന്നിനും കൃത്യമായിട്ടുള്ള ഒരു ടൈം കിട്ടാതെ ലൂട്ടിയൽ ഫേസിനോ അല്ലെങ്കിൽ ഫോളിക്കുലാർ ഫേസിനോ കൃത്യമായിട്ടൊരു ടൈം കിട്ടാതെയുള്ള ബുദ്ധിമുട്ടുകൾ പലപ്പോഴും പലർക്കും ഉണ്ടാവുന്നത് ഇത്തരത്തിൽ ഈസ്ട്രജൻ ഹോർമോണിന്റെയും പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെയും വ്യത്യാസം കൊണ്ടാണ്. അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്കാ റൂട്ട് സഹായിക്കുന്നു. അത് മാത്രമല്ല സ്ത്രീകളിൽ അവരുടെ ഓവുലേഷൻ നടക്കുന്നതിനും ഇത് സഹായിക്കുന്നു. ഓവുലേഷൻ നടക്കാൻ സഹായിക്കുന്നത് ഇതിലടങ്ങിയിട്ടുള്ള വിറ്റമിൻസ് കൊണ്ടും ഇത് ഹോർമോണുകളുടെ പ്രവർത്തനം റെഗുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ അവരുടെ പ്രഷർ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിനും അവരുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. അപ്പോൾ മാക്കാ റൂട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ അവരുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ഒരു നേരിയ ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിൽ കലക്കിയിട്ടോ അല്ലെങ്കിൽ പാലിൽ ചേർത്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഷേക്സിലോ ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ സ്മൂത്തീസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ്. മാക്കാ റൂട്ടിന്റെ പൗഡർ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പാലിലാണ് നിങ്ങൾ ഇത് ആഡ് ചെയ്തിടുന്നതെങ്കിൽ ഒരു ടീസ്പൂൺ അത്രയും മതി. ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ അതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾ ഒരു ഇതുപോലുള്ള പ്രൊഡക്ട്സും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ ആ ഒരു അര ടീസ്പൂണോ എടുത്തിട്ട് പാല് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വെള്ളത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്മൂത്തീസ് ഉണ്ടാക്കുമ്പോഴോ ഷേക്സ് ഉണ്ടാക്കുമ്പോഴോ നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ പൊടിയായിട്ട് തന്നെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. നല്ലൊരു മാക്കാ റൂട്ടിന്റെ പൗഡർ നല്ലൊരു ബ്രാൻഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നോ ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്നോ മേടിക്കാവുന്നതാണ്. ഇത് ഉപയോഗിക്കുമ്പോഴേക്കും പലർക്കും ഉണ്ടാകുന്ന സംശയമാണ് ഓവുലേഷൻ സമയത്ത് ഉപയോഗിക്കാമോ, പീരിയഡ്സ് വരുമ്പോൾ ഉപയോഗിക്കാമോ എന്നൊക്കെയുള്ള സംശയം. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഏകദേശം നിങ്ങൾ തുടർച്ചയായിട്ട് 1-2 മാസമെങ്കിലും ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിന്റെ ബെനിഫിറ്റ്സ് നല്ലതുപോലെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. മാക്കാ റൂട്ട് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോണിന്റെ പ്രവർത്തനം അണ്ടർ-ആക്റ്റീവ് ആണ് അല്ലെങ്കിൽ ലോ ആണെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആളുകൾ ഈ ഒരു മാക്കാ റൂട്ടിന്റെ പൗഡർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ ഒരു സമയത്ത് ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.